പുനലൂരിൽ UDF വിമതനായി മത്സരിക്കാനൊരുങ്ങിയ DCC ജനറൽ സെക്രട്ടറി SC സഞ്ജയ് ഖാനെ ചേർത്ത് പിടിച്ച് KC വേണുഗോപാൽ MP. അടൂരിൽ ഇരുവരും ഒരുമിച്ച് ചർച്ച നടത്തിയതോടെ മത്സരത്തിൽ നിന്നും സഞ്ജയ് ഖാൻ പിന്മാറി. KC വേണുഗോപാലിന്റെ ഇടപെടലിലാണ് പുനലൂരിലെ വിമതശല്യം ഒഴിവായത്. പുനലൂർ നിയോജക മണ്ഡലത്തിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന DCC ജനറൽ സെക്രട്ടറി SC സഞ്ജയ് ഖാനാണ് KC വേണുഗോപാൽ MPയുടെ ഇടപെടലിനെ തുടർന്ന് മത്സരരംഗത്തു നിന്നും പിന്മാറിയത്. തിങ്കളാഴ്ച രാവിലെ അടൂരിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ നേരിൽ കണ്ട ശേഷമാണ് മത്സരരംഗത്ത് നിന്ന് സഞ്ജയ് ഖാൻ പിന്മാറിയത്. ഇതോടെ പുനലൂരിൽ UDFിലെ വിമത ഭീഷണി ഒഴിഞ്ഞു. അടൂരിൽ വെച്ചാണ് KC വേണുഗോപാലും SC സഞ്ജയ് ഖാനും തമ്മിൽ നേരിട്ട് കണ്ടത്. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറിയായ സഞ്ജയ് ഖാനെ KC വേണുഗോപാൽ ചേർത്ത് നിർത്തി. നിന്റെ രാഷ്ട്രീയ നിലപാടിനും മാന്യതയ്ക്കുമനുസരിച്ച് പാർട്ടി സംരക്ഷിക്കും, തല ഉയർത്തി നടക്കാൻ വേണ്ട എല്ലാ അവസരവും ഒരുക്കുമെന്ന് KC പറഞ്ഞു. എല്ലാം കേട്ടതിനു ശേഷം ഈ പാർട്ടിയാണ് എന്റെ ജീവനെന്നും പ്രസ്ഥാനത്തിന് ഒരു പോറൽ പോലും ഏൽക്കാൻ താൻ കാരണക്കാരനാകില്ലെന്നും സഞ്ജയ് ഖാൻ പറഞ്ഞു. KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹിയായി ബഹുമാനായ ഇപ്പോഴത്തെ KTCCയുടെ വർക്കിംഗ് പ്രസിഡന്റായിരിക്കുന്ന PC വിഷ്ണുവിനൊപ്പം KSU സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തനം തുടങ്ങി. അതിനുശേഷം തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിൽ നിന്ന് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രതിനിധിയായി തന്നെ കേരള സർവകലാശാല സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. IB സംസ്ഥാന പ്രസിഡന്റായപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റായി IBയോടൊപ്പം പ്രവർത്തിച്ചു. അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ പുനലൂരിലെ ഏറ്റവും മൃഗീയമായി CPI ജയിക്കുന്ന പ്രദേശത്ത് നിന്ന് 7800-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒക്കെ ഈ പാർട്ടിയാണ് എനിക്ക് തന്നത്. എൻ്റെ വാപ്പ എനിക്ക് പേരിട്ടിരിക്കുന്ന എൻ്റെ വാപ്പ തികഞ്ഞ കോൺഗ്രസ് ആണ്. ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്നു, KPC മെമ്പറായിരുന്നു. അദ്ദേഹം എനിക്ക് പേരിട്ടത് സഞ്ജയ് ഖാൻ എന്നാണ് പേരിട്ടത്. എൻ്റെ പെങ്ങൾക്ക് പേരിട്ടത് സോണിയ ബീഗോ എന്നാണ്. ഇതാണ് എൻ്റെ കുടുംബം, കോൺഗ്രസ് കുടുംബമാണ്. എനിക്ക് ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടപ്പോഴൊക്കെ പിടിച്ചു നിർത്തിയത് എൻ്റെ പാർട്ടിയാണ്. പക്ഷേ ഇപ്പോൾ ഞാനിങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണം കേരളത്തിൽ ഒരു നിർണായകമായ തിരഞ്ഞെടുപ്പാണ് ഐക്യജനാധിപത്യ മുന്നണി അഭിമുഖീകരിക്കുന്നത്, കോൺഗ്രസ് പാർട്ടി നേരിടുന്നത്. 10 വർഷമായ പിണറായി വിജയൻ്റെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കാനുള്ള തിരഞ്ഞെടുപ്പാണ്. ഈ തിരഞ്ഞെടുപ്പിൽ ന്യൂസ് ബ്യൂറോ, അടൂർ.